ഹലോ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സൗണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? സ്ക്രീനിൽ ചോദ്യമൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അരുൺ ശങ്കർ, യെസ്. ഓക്കെ, സോ എല്ലാവരും ഒന്ന് കമന്റ് ഇടാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ ഇന്നലെ ഗൂഗിൾ സാർ എടുത്ത് നിർത്തിയ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇനിയും നമുക്ക് കുറെ ചോദ്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോ ഒരു ആവറേജ് പേസിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ക്ലിയർ ആണെങ്കിൽ, ക്ലിയർ ആയാൽ മാത്രമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് കവർ ചെയ്യാം. അധികം സമയമില്ല. അപ്പോ ഇപ്പൊ ഇന്നത്തോടെ പെർസെൻറ്റേജ് നമുക്ക് തീർക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മളിത് പകുതി വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം പെർസെൻറ്റേജിന്റെ ബാക്കി എടുക്കേണ്ടി വരും. അപ്പൊ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഞാൻ ആദ്യം ചോദ്യം ഒന്ന് വായിക്കാം. ഇഫ് 250 ഈസ് ആഡഡ് ടു 75% ഓഫ് എ നമ്പർ, ദ റിസൾട്ട് ഈസ് ട്വൈസ് ദാറ്റ് നമ്പർ. ഓക്കെ, ചോദ്യം ഇതാണ്. ആ നമ്പർ ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. 160 ഉണ്ട്, 250 ഉണ്ട്, 300 ഉണ്ട്, 200 ഉണ്ട്. അപ്പൊ ഇന്നലെ ഗോകുൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, നമ്മൾ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ പെർസെന്റേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ബുക്കിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഓരോ ഇക്വേഷൻസ് വെച്ച് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ പെർസെന്റേജ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു സംഖ്യയോടുകൂടെ, അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 75% ഒപ്പം 250 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി അല്ലെ? ഇരട്ടി കിട്ടി. അപ്പൊ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഇരട്ടി കിട്ടി. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ആ നമ്പർ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 160, 250, 300, 200. ഇതൊക്കെയാണ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഉത്തരം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇഫ് 250 ഈസ് ആഡഡ് ടു 75% ഓഫ് നമ്പർ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനൊരു ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് നമ്പർ എന്ന് വിചാരിക്കാം. ഇതാണ് നമ്പർ. അപ്പൊ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുക്കാൽ ഭാഗമാണ് അല്ലെ? അപ്പൊ ഒരു സർക്കിൾ, ഇതാണ് നമ്പർ എന്നുണ്ടെങ്കിൽ നോക്കൂ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പാർട്ട് ചേർന്ന് കഴിഞ്ഞാൽ അല്ലെ, ഇത് 25%. അപ്പോൾ ഈ 3 പാർട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറി? 75% മാറി. നോക്കൂ, നമ്മൾ പേന എടുക്കാതെ ചെയ്യാനുള്ള ട്രിക്കുകളാണ് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് എളുപ്പം ഇക്വേഷൻ ആണെന്ന് തോന്നും. പക്ഷെ ഇക്വേഷൻ അല്ല, കൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ഈ 3 പാർട്ട് ചേർന്ന് കഴിഞ്ഞാൽ 25 ചേർന്നാൽ 75% മാറി. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? 20 അല്ലെ, 25%ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ 75%-നോട് കൂടെ, ആ സംഖ്യയുടെ 75%-നോടൊപ്പം 250 ആഡ് ചെയ്തപ്പോ ആ സംഖ്യയുടെ ഇരട്ടിയായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ആ സംഖ്യ ആയി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 100% ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു സംഖ്യയുടെ 100% പറഞ്ഞാൽ എന്താ? ആ സംഖ്യ തന്നെയാണ്. നോക്കൂ, ഇപ്പോ 50ന്റെ 100% 50 തന്നെയാണ്. 200ന്റെ 100% 200 തന്നെയാണ് അല്ലെ? 300ന്റെ 100% 300 തന്നെയാണ്. പക്ഷെ ഇവിടെ ഇരട്ടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ സംഖ്യയുടെ 200% എന്നാണ് അർത്ഥം. അതായത് ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. ഇരട്ടി എന്ന് പറഞ്ഞാൽ 200% ആയിരിക്കും. മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ 300% ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലോജിക്ക് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിക്കുക. നോക്കൂ, 70, അപ്പൊ ഉത്തരം വരുന്നുണ്ട്. രണ്ടുപേര് ഉത്തരം കമന്റ് ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ഒരാൾ 200 കമന്റ് ചെയ്തിട്ടുണ്ട്, ഒരാൾ 160 കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണ് ശരി നോക്കാം. ഇപ്പോ നമ്മൾ ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ 75, ആ സംഖ്യയുടെ 75%-വും ഒരു സംഖ്യയും, അതായത് 250 കൂട്ടിയപ്പോ നമുക്ക് കിട്ടുന്നത് 200%ആണ് അല്ലെ? ആ സംഖ്യയുടെ ഇരട്ടി പറഞ്ഞാൽ എന്താണ്? 200%ആണ്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക. 75%, ആ സംഖ്യയുടെ 75%-നോടൊപ്പം 250 കൂട്ടിയപ്പോ
200% ആവണം എന്നുണ്ടെങ്കിൽ ഈ കൂട്ടിയിട്ടുണ്ടാവുന്ന സംഖ്യ ഏതായിരിക്കും, എത്ര ശതമാനമായിരിക്കും? അത് 125% ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം. 75% അതിനോടൊപ്പം 250 കൂട്ടി, അപ്പൊ 200%ആയി. അപ്പോ 250 സംഖ്യയാണ്. അപ്പോ 75%തോടൊപ്പം 125% കൂട്ടിയാലല്ലേ 125ഉം 75ഉം നമുക്ക് എന്ത് കിട്ടുക? 200% എന്ന് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് നമുക്ക് എന്ത് മനസ്സിലായി? 125%ആണ് 200 എന്ന് മനസ്സിലായി. സോറി, 250 എന്ന് മനസ്സിലായി. കാരണം എന്താണ്? 250 കൂട്ടിയപ്പോഴാണ് 125% കൂടിയത്. അതിനർത്ഥം 125%ആണ് 250. ഓക്കെ, അപ്പോ ജസ്റ്റ് നമുക്ക് വേണ്ടത് ആ സംഖ്യയാണ്. നമുക്ക് വേണ്ടത് 100%ആണ് നമുക്ക് വേണ്ടത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, 125%ആണ് 250, അല്ലെ? 125%ആണ് 250 എങ്കിൽ 1% എന്തായിരിക്കും? 125 മിഠായിക്ക് 250 രൂപയാണെങ്കിൽ ഒരു മിഠായിക്ക്, ശതമാനം എന്ന് പറയുന്ന ഒരു മിഠായിന്ന് വിചാരിക്കുക, 125 മിഠായിക്ക് 250 ആണെങ്കിൽ ഒരു മിഠായിക്ക് എന്തായിരിക്കും? 250/125 2 രൂപയായിരിക്കും. അല്ലെങ്കിൽ 1% എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത്? 1% 2 ആണെങ്കിൽ 10% എന്തായിരിക്കും? 20 ആയിരിക്കും. 100% എന്തായിരിക്കും? 200 ആയിരിക്കും, അല്ലെ? അപ്പോ 1% 2 എന്ന് കിട്ടി. അപ്പൊ 10% ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 100% 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 200 എന്നുള്ള ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയണം. ഇത് ജസ്റ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഇത്ര ലെങ്തി ഒന്നുമല്ല. നമ്മളെ ഒരു ചോദ്യം കിട്ടി. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഈ ചോദ്യം കിട്ടി, അപ്പൊ നമ്മൾ പേന എടുക്കാതെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എല്ലാം വായിക്കുകയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ എന്ത് മനസ്സിലാക്കുകയാണ്? 75%തോടൊപ്പം ഒരു സംഖ്യ കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? ആ സംഖ്യയുടെ 200% കിട്ടി, അല്ലെ? അപ്പോ ആ കൂട്ടിയിട്ടുണ്ടാവുക 125% അതായത് 125%ആണ് 250. അപ്പോ 1% എന്ന് പറയുന്നത് 2, 10% എന്ന് പറയുന്നത് 200, 100% എന്ന് പറയുന്നത്, സോറി, 1% 2, 10% 20, 100% എന്ന് പറയുന്നത് 200 എന്ന് കിട്ടും. അപ്പോൾ ഇത് പേന എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് അതിൽ നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ഒന്നും കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സ്പീഡ് പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ടോപ്പിക് കവർ ചെയ്യുന്ന ആ ഒരു പരിപാടി. നിങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ട് റിവൈസ് ചെയ്ത് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. എല്ലാവരും ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് കമന്റ് ചെയ്യുക. ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. അരുൺ ശങ്കർ ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന്, സമയമില്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് പറയാം. ഒരു കുഴപ്പമില്ല. തുടക്കത്തിൽ നമ്മൾ വളരെ മെല്ലെ പോകുന്നുള്ളൂ. കുറച്ചൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ മാത്രം ഒന്ന് സ്പീഡ് കൂട്ടുന്നുള്ളൂ. ആതിര ക്ലിയർ ആണ്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയാട്ടോ. ഒന്ന് പറയാ, സഹകരിക്കുക. നിങ്ങളും കൂടെ ആക്റ്റീവ് ആയാലാണ് നമുക്ക് സമാധാനത്തോടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു ലെവലിൽ സ്റ്റക്കായി പോകും. ക്ലിയർ ആണ്. വിജയ്, ആതിര, അരുൺ ശങ്കർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് പറയാ, റിപ്പീറ്റ് ചെയ്യാൻ പറയാം, എന്നും കൂടെ പറയാം. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അടുത്ത ചോദ്യം, ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഇൻക്രീസസ് ഫ്രം 10,000 ടു 14,000, അതായത് എന്താണ്? ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 10,000 എന്നുള്ളത് 14,000 ആയി മാറി. ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് കൂടിയത്? നോക്കൂ, നിങ്ങൾ ഈ SSCയുടെ അല്ലെങ്കിൽ PSCയുടെ ഒക്കെ ബുക്ക് നോക്കുന്ന സമയത്ത് എല്ലാ ബുക്കുകളിലും ഓരോ ചോദ്യത്തിനും ഓരോ ഇക്വേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇന്ന് 26 ടൈപ്പാണ് പെർസെന്റേജിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇക്വേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ 26-ൽ കൂടുതൽ ഇക്വേഷൻ പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എവിടെയും ഇക്വേഷൻ പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എടുക്കുകയാണ്. ഓക്കെ, കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അരുൺ ശങ്കർ കമന്റ് ചെയ്തു, ആതിര കമന്റ് ചെയ്തു, നയന കമന്റ് ചെയ്തു. ഓക്കെ, നല്ലത്. ആതിര, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നോക്കൂ.
പതിനായിരം ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പെർസെന്റേജിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്താണോ ഉണ്ടായിരുന്നത് അത് 100%ആണ്. അതായത് ഇതെന്താണ് 100%ആണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4000 ആണ് കൂടുന്നത് അല്ലെ. 10,000 14,000 ആവണമെന്നുണ്ടെങ്കിൽ 4000 ആണ് കൂടേണ്ടത്. ഓക്കെ, അപ്പോ സപ്പോസ് 10,000ന്റെ 10% എന്ന് പറയുന്നത്, അപ്പൊ 100% 10,000 ആണെങ്കിൽ 10% എന്തായിരിക്കും? ഇവിടെ നിന്ന് ഒരു 0 ഒഴിവാക്കിയാൽ പോരെ? രണ്ട് സൈഡിൽ നിന്നും ഒരു 0 ഒഴിവാക്കിയാൽ പോരെ? ഇതൊക്കെ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. 1000 ആണ്. അപ്പൊ 100% 10,000 ആണെങ്കിൽ 10% 1000 ആണ്. ഇവിടെ 1000 ആണോ കൂടിയത്? അല്ല. 1000 കൂടിയാൽ നമുക്ക് 10% എന്ന് പറയാം. പക്ഷെ ഇവിടെ 1000 അല്ല കൂടിയത്, 4000 ആണ്. അപ്പോ 10% 1000 ആണെങ്കിൽ 20% 2000, 30% 3000, 40% എന്തായിരിക്കും? 4000 ആയിരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണക്കാക്കാം? ഇവിടെ 40%ത്തിന്റെ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഒന്ന് കമന്റ് ചെയ്ത് ക്ലിയർ ആണോ? 40% ആണ് കൂടിയത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇതൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വായിക്കുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ചോദ്യം കിട്ടി. ടൈമാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ടൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ടൈമാണ്. നമ്മൾ ഈ ചോദ്യത്തിലേക്ക് നോക്കി 4000 ആണ് കൂടിയത്. അപ്പോ 10,000ത്തിന്റെ 10% 1000, 20% 2000, 40% 4000. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ ബി ന്ന് ടിക്ക് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്നും കൂടെ കമന്റ്, ഒരാളും കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല പറയാം. നമുക്ക് നമ്മൾ ഒന്ന് പേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. പരീക്ഷ നല്ല മനോഹരമായിട്ട് പോയി എഴുതാം. ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ഉത്തരം? 40% പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നോക്കണ്ട. എല്ലാവർക്കും ഒരുമിച്ച് പോയാൽ മതി. ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരുമിച്ച് പോയാൽ മതി. ഒരു തിരക്കും ഇല്ല. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്. 30% ഓഫ് 75 ഈസ് ഈക്വൽ ടു വാട്ട് പെർസെന്റേജ് ഓഫ് 30? നോക്കൂ, ഇതൊക്കെ PSCയുടെ SSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ട്രിക്കാണ്. 30% ഓഫ് 75 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 30? X പെർസെന്റേജ് ഓഫ് 30. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. ഒരു പെർസെന്റേജത്തെ ഒരു റൂളാണ്. X പെർസെന്റേജ് ഓഫ് Y എന്ന് പറയുന്നത് Y പെർസെന്റേജ് ഓഫ് X ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു സംഖ്യയുടെ X പെർസെന്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന്റെ ആ സംഖ്യയുടെ പെർസെന്റേജ് ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നോക്കൂ, 80ന്റെ 10% എന്ന് പറയുന്നത് 10ന്റെ എത്ര ശതമാനമായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 80% എന്നായിരിക്കും ഉത്തരം. അതൊന്നും ബൈഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും ഉത്തരം? 30% ഓഫ് 75 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 75% ഓഫ് 30 എന്നുള്ളതായിരിക്കും ഉത്തരം. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഇത് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊരു രണ്ട് സംഖ്യകൾ ഇട്ട് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ? 75 ആണോ? ഓക്കെ, അരുൺ കമന്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് കമന്റ് ചെയ്യാം. 75. ഓക്കെ, സ്മിത, അരുൺ ശങ്കർ ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആണെന്ന് പറയാം കേട്ടോ. കാരണം നിങ്ങളുടെ മെസ്സേജ് കണ്ടാലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചൊന്ന് പേസ് കൂട്ടേണ്ടി വരും. കാരണം കുറെ ടോപ്പിക്കുകൾ ഇനിയും തീരാനുണ്ട്. സെപ്റ്റംബറിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. പിന്നെ 26 മോഡൽ തീർക്കാനുള്ളതാണ്. ഇപ്പൊ 11 ആയിട്ടുള്ളൂ. അപ്പോ നമുക്കൊരു 1 അവറിനുള്ളിൽ 26 തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർക്കാം, ഇല്ലെങ്കിൽ പിന്നെ ബാക്കി നാളെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? ഓക്കെ, ചോദ്യം ഒന്ന് നോക്കി. എ സ്റ്റുഡന്റ് സ്കോർഡ് 120 മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 80 മാർക്സ്. ഒരു ചോദ്യം കാണുന്ന സമയത്ത് അതിനെ ആദ്യം മനസ്സിലാകും. എന്താണ് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു കുട്ടിക്ക് 120 മാർക്ക് ഒരു പരീക്ഷയിൽ കിട്ടി. പക്ഷെ ആ കുട്ടി 80 മാർക്കിന് തോറ്റു. അതായത് 120 മാർക്ക് കിട്ടി, 80 മാർക്ക് തോറ്റു. ഇനി അവര് പറയുന്നത് ആ പരീക്ഷയുടെ പാസിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത്
ആ മൊത്തം പരീക്ഷയുടെ 40% മാർക്ക് കിട്ടിയാൽ ആ കുട്ടി ജയിക്കുന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? 40% കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പരീക്ഷയിൽ പാസ്സാവും. ഓക്കെ. ചോദ്യം, എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയതെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ പെർസെന്റേജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കൂ, ആ കുട്ടി 120 മാർക്ക് കിട്ടി, 80 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ആ കുട്ടിക്ക് 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചിരുന്നു എന്നല്ല അർത്ഥം. അല്ലെ? അതല്ല അർത്ഥം. 120 മാർക്ക് കിട്ടി, 80 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അപ്പൊ 80 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി പാസ്സാകുമായിരുന്നു. അതായത് 200 മാർക്കാണ് പാസിംഗ് മാർക്ക്. അതെന്ന് പറയുന്നത് 40%. അല്ലെ? എന്താണ്? 40% മാർക്കാണ് പാസിംഗ് മാർക്ക്. അല്ലെ? അപ്പൊ ടോട്ടൽ മാർക്കിന്റെ 40% കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പാസ്സാവും. അല്ലെങ്കിൽ 200 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പാസ്സാവും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അതായത് നമ്മുടെ ടോട്ടൽ മാർക്ക് എക്സ് ആണെങ്കിൽ അതിന്റെ 40% കിട്ടിയാലും ഈ കുട്ടി പാസ്സാവും, 200 മാർക്ക് കിട്ടിയാലും കുട്ടി പാസ്സാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 40%ആണ് 200. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ 100% കാണാം? കാരണം 100% ആണല്ലോ ടോട്ടൽ മാർക്ക്, അല്ലേ? അപ്പോ 40% 200 ആണ്. ഒരു 40% കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി മാറി? 200 കൂടെ വന്നു. അപ്പൊ 40 80% മാറി. നമ്മുടെ ഉത്തരം 100%. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ 80% എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇനി എത്രയും കൂടി കിട്ടണം? 100 ആവണമെന്നുണ്ടെങ്കിൽ ഒരു 20% കൂടി കിട്ടണം. 40% 200 ആണെങ്കിൽ 20% എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും, അല്ലെ? 40% 200, 20% അതിന്റെ പകുതി 100. അപ്പോ നോക്കൂ, 40 80 80 20 100% നമുക്ക് കിട്ടി. എന്താണ്? ഇത് കൂട്ടിയാൽ മതി. 200 200 400 400 100 500. ഓക്കെ. അപ്പൊ 100% എന്ന് പറയുന്നത് 500 ആയിരിക്കും. നോക്കൂ, ഇത് ഒരു മിഡിൽ റേഞ്ചിൽ നിന്നിട്ടാണ് പറയുന്നത്. നമുക്ക് ഹൈ ലെവലിലും പറയാൻ പറ്റില്ല, ബേസിക് അറിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ആക്കി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ റേഞ്ചിൽ പോകുന്നത് കേട്ടോ. അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുള്ളവർ ഒന്ന് ക്ഷമ കാണിക്കുക. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 500 ആയിരിക്കും. ഒന്ന് കമന്റ് ചെയ്യും. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ് ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് ആക്റ്റീവ് ആയാൽ മാത്രമാണ് പരിപാടി പെട്ടെന്ന് നടക്കുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഏകദേശം 4 ചോദ്യം കവർ ചെയ്തു. അപ്പൊ ഒന്നും കൂടെ പേസ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം. ആദ്യത്തെ ക്ലാസ്സുകളായതുകൊണ്ടാണ് നമ്മൾ ഒന്ന് സ്പീഡ് കുറച്ച് പോകുന്നത്. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണ്? ക്ലിയർ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പെടുന്ന ഒരു കാറ്റഗറി. ഇതാണ് ഇക്വേഷൻ. ഇതിനൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ഇക്വേഷനും ബൈഹാർട്ട് അടിക്കുന്നില്ല, വെറും കൺസെപ്റ്റ് മാത്രമേ ബൈഹാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ ചോദ്യം പറഞ്ഞുതരാം. അരുണിന്റെ ഇൻകം അരവിന്ദിന്റെ ഇൻകത്തേക്കാൾ എന്താണ്? അരുണിന്റെ ഇൻകം ഈസ് 25% മോർ ദാൻ അരവിന്ദ്സ് ഇൻകം. ഓക്കെ, അരവിന്ദിന്റെ ഇൻകമിനേക്കാൾ 25% കൂടുതലാണ്. അപ്പോ ഇവിടെ എല്ലാവരും സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അരവിന്ദിന്റെ ഇൻകത്തേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, അരവിന്ദിന്റെ ഇൻകം അരുണിന്റേതിനേക്കാൾ എത്ര കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കൊണ്ടുപോയിട്ട് 25% എന്ന് എഴുതി വെക്കരുത്. ഇത് പെർസെന്റേജ് ആണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ സോൾവ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ആദ്യം ഒരു ചെറുതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് എഴുതി വെക്കുന്നു. അരുണിന്റെ ഇൻകം അരവിന്ദിന്റെ ഇൻകത്തേക്കാൾ 25% എന്താണ്? കൂടുതലാണ്. അപ്പോ പെർസെന്റേജിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അരവിന്ദിന്റെ ഇൻകത്തേക്കാൾ, ഇതാണ് നമുക്കിവിടെ ബേസ് ആയിട്ട് തന്നിരിക്കുന്നില്ലേ? അരവിന്ദിന്റെ ഇൻകത്തിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോ ആ സംഖ്യയെ അല്ലെങ്കിൽ അരവിന്ദിന്റെ ഇൻകത്തിനെ നമുക്ക് 100 എന്ന് എടുക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അരവിന്ദിന്റെ ഇൻകത്തേക്കാൾ, അപ്പൊ നമുക്ക് അത് 100 ആക്കി എടുക്കാം. 25% കൂടുതലാണ്. അപ്പോ നോക്കൂ, ഒരു സംഖ്യയുടെ 25%, 100ന്റെ 25% നമുക്ക് കാണാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ തന്നെ ആയിരിക്കും. 100ന്റെ 25% 25ആണ്. 100ന്റെ 30% 30ആണ്. 100ന്റെ 40% 40ആണ്. അപ്പോ 100 ആ സംഖ്യയെങ്കിൽ അതിന്റെ 25% പറഞ്ഞാൽ 25ആണ്. അപ്പോ അതിനേക്കാൾ 25 കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിന്റെ ഇൻകം എന്തായിരിക്കും? 125 ആയിരിക്കും. ഓക്കെ, അപ്പൊ അരവിന്ദിന്റെ ഇൻകം 100, അരുണിന്റെ ഇൻകം 125. ഇനി ചോദ്യം എന്താണ്?
അരവിന്ദിന്റെ ഇൻകം അരുണിന്റെ ഇൻകത്തേക്കാൾ എത്ര കുറവാണ്? അപ്പൊ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് അരുണിന്റെ ഇൻകം ആയിട്ടാണ്. നോക്കൂ, എത്ര കുറവാണ്. അപ്പോ എത്ര കുറവാണ് എന്നുള്ളതിനെ നമുക്ക് മുകളിൽ എഴുതാം. അതായത് എത്ര കുറവാണ്? 125 100ലേക്ക് 25ന്റെ ദൂരമുണ്ട്, അല്ലെങ്കിൽ 25ആണ് കുറവ്. ഓക്കെ, ഇനി ആരുടെ ഇൻകം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എന്താണ്? അരുണിന്റെ ഇൻകം, അരുൺസ് ഇൻകം ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ കമ്പയർ ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ അടിയിൽ എഴുതുകയാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്തു? ഡിഫറൻസ് മേലെ എഴുതി. പിന്നെ എന്ത് ചെയ്തു? ആരുടെ ഇൻകം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അത് അടിയിൽ എഴുതി. ഇനി ശതമാനം ആക്കണം. അപ്പൊ നമ്മൾ എന്തായാലും 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാം. 25 125ൽ 5 പ്രാവശ്യം പോവും. പിന്നെന്താണ്? 100ൽ 5 20 പ്രാവശ്യം പോവും. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 20% ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതേ മോഡൽ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെർസെൻറ്റേജ് നമുക്ക് വെറുതെ എടുത്തു പോവാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അതുകൊണ്ടാണ് മെല്ലെ നിർത്തി നിർത്തി സാവകാശം പറഞ്ഞു പോകുന്നത്. ക്ലിയർ അല്ലാത്തവർ ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, 2-3 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അരുൺ, നയന, സ്മിത ഒക്കെ കമന്റ് ചെയ്ത്, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. 20 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണ്. ആതിര ക്ലിയർ ആണ്. എല്ലാവരും ഒന്ന് പറയാം. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. എല്ലാവരും ലൈവ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് പേര് പുറകിൽ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലൈവ് ചിലപ്പോൾ ഒന്ന് കട്ടായി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പറയണമെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, അടുത്ത ചോദ്യം. സെയിം മോഡൽ നോക്കൂ. ഈ ഓപ്ഷൻ ഒന്നും കണ്ട് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ആദ്യം നമ്മൾ നേരത്തെ ഇതേ മോഡൽ ചോദ്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലെ? എന്താണ് ചെയ്തത്? എ, ബി. അപ്പൊ നമുക്ക് ആദ്യം ഒരു 100 ആർക്കെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ എയുടെ ഇൻകം ബിയുടെ ഇൻകത്തേക്കാൾ 25% കുറവാണ്. ബിയുടെ ഇൻകത്തേക്കാൾ, അല്ലെ? അപ്പൊ ഇവിടെ ഫസ്റ്റ് കമ്പാരിസൺ, ആദ്യത്തെ വരി വരുന്നത് ബിയുമായി കമ്പയർ ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് ബിക്ക് 100 ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 100 രൂപയാണെന്ന് വിചാരിക്കാം. എന്തായാലും കുഴപ്പമില്ല. ഈ 100നേക്കാൾ 25% കുറവാണ് എക്ക് കിട്ടുന്നത്. അപ്പൊ 100നേക്കാൾ 25%, അതായത് 100ന്റെ 25%. 100ന്റെ 25% 25ആണ്. അത് കുറവാണെന്ന് പറയുമ്പോൾ എക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 75 ആയിരിക്കും, അല്ലെ? 100ന്റെ 25% 25, അത് കുറച്ചപ്പോ 75. അപ്പൊ എയുടെ ഇൻകം 75 രൂപയാണെങ്കിൽ ബിയുടെ ഇൻകം 100 രൂപയാണ്. ഓക്കെ, ഇനി എന്താണ് ചോദ്യം? ഹൗ മച്ച് പെർസെന്റേജ് മോർ ഈസ് ബീസ് ഇൻകം ദാൻ എസ്? ബിയുടെ ഇൻകം എയുടെ ഇൻകത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് എയുടെ ഇൻകമോ ആയിട്ടാണ്. അപ്പൊ നോക്കൂ, എത്ര കൂടുതലാണ് അത് നമ്മൾ മുകളിൽ എഴുതണം. മുകളിൽ എഴുതുമ്പോൾ 25 എന്ന് എഴുതാം, അല്ലെ? 25ല് കൂടുതൽ, 75 100ലേക്ക് എത്താൻ 25 വേണം. ഇനി കമ്പയർ ചെയ്യാൻ പോകുന്നത് ഏത് വാല്യൂമായിട്ടാണ്? 75 എന്ന് പറയുന്ന വാല്യൂമായിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 75 അടിയിൽ എഴുതാം. ശതമാനം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 എന്നും കൂടി എഴുതുന്നു. ഇനി 25 75ൽ 3 പ്രാവശ്യം പോകും, അല്ലെ? അപ്പൊ 100/3. അപ്പോ 1/3 എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു ടേബിള് ഇന്നലെ ഗൂഗിൾ സാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. 1/3 എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഉത്തരം? 33.33% ആയിരിക്കും. ഇത് ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 6 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒന്ന് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഒരു മണിക്കൂറായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം, കുഴപ്പമില്ല. ബാക്കി വേണമെങ്കിൽ അടുത്ത പാർട്ടിൽ നോക്കാം. ക്ലിയർ ആണ്? ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ മാത്രമല്ല കേട്ടോ, പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട മുൻപ് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിന്റെ ലോഗിൻ കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലിയർ ആവുന്നത് അതുവരെ കണ്ടുകൊണ്ടിരിക്കാം, ഒരു കുഴപ്പമില്ല. ചോദ്യം അടുത്തത് സ്ക്രീനിൽ കാണാം, ഒന്ന് വായിച്ചു നോക്കാം. If a
number is increased by 20% and then decreased by 10%. What is the percentage difference in the number? ഇതാണ് ചോദ്യം. If a number is increased by 20% and then decreased by 10%, what is the percentage difference in number? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ഇത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന്, ഈ ഒരൊറ്റ ഇക്വേഷൻ ആണ് നിങ്ങൾ പെർസെന്റേജിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്യാണ്. ഇക്വേഷൻ ഇല്ലാതെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും പ്രോഫിറ്റ് ആൻഡ് ലൂസിലൊക്കെ ആവശ്യം വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ വളരെ കുറച്ച് ഇക്വേഷനെ പഠിക്കാൻ പറയുന്നുള്ളൂ. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, പെർസെന്റേജ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. പെർസെന്റേജ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഒരു സംഖ്യ, ആ സംഖ്യയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമ്മൾ എന്താണ് പറയാറുള്ളത്, 100 ആക്കി എടുക്കുക. ആ സംഖ്യ 100 ആണ്. ഓക്കെ, ആ സംഖ്യ 100 ആണ്. ഇനി നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഖ്യയുടെ 20% കൂടി. അപ്പോ 100ന്റെ 20% എന്ന് പറഞ്ഞാൽ എന്താണ്, 20ആണ്. അത് കൂട്ടി എന്ന് പറയുമ്പോൾ 100ന്റെ 20% കൂട്ടുന്ന സമയത്ത് 100 എന്നുള്ളത് 120 മാറും. കാരണം എന്താ, 100ന്റെ 20% 20ആണ്. അത് കൂട്ടുമ്പോൾ 120 മാറും. ഇനി 10% കുറയ്ക്കാം. ഓക്കെ, അപ്പൊ 10% കുറയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 120ന്റെ 10%ആണ് കുറയ്ക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, 100ന്റെ 10% അല്ല. നമ്മൾ ആദ്യം 100 120 ആക്കി, എന്നിട്ടാണ് 10% കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ 120ന്റെ 10%ആണ് കുറയ്ക്കുന്നത്. അപ്പൊ 120ന്റെ 10% കുറയ്ക്കുമ്പോൾ 120ന്റെ 10% എന്ന് പറയുന്നത് 12ആണ് അല്ലെ. ഒരു 0 മാറ്റിയാൽ മതി, 12ആണ്. അപ്പൊ 12 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 120ന്ന് 12 പോയി കഴിഞ്ഞാൽ 108 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യ 100ആണ്. അതിപ്പോ എന്തായി മാറി, 108 മാറി. ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഡിഫറൻസ് ഇൻ ദ നമ്പർ? എത്ര പെർസെന്റേജ് കൂടി? അപ്പോ 8ആണ് ഇവിടെ കൂടിയത്. എവിടെയാണ് ഉണ്ടായിരുന്നത്, 100ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 8 കൂടി. അപ്പൊ 100 നമുക്ക് പെർസെന്റേജ് കാണാൻ എളുപ്പമാണ്. എന്താണോ വേണ്ടത് അത് തന്നെ ആയിരിക്കും അതിന്റെ പെർസെന്റേജ്. അപ്പോ 100ന്ന് 8 കൂടി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഇൻക്രീസ് 8% ആയിരിക്കും. ഇനി 10ആണ് കൂടിയെങ്കിൽ 10% ആയിരിക്കും. 12 ആണെങ്കിൽ 12% ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ 8% എന്നുള്ള ഉത്തരം കിട്ടും. ഇനി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാട്ടോ. ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണ്. അതെങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ എ ബി 2% വരുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ശതമാനം എന്ന് പറയുന്നത് 20ആണ് അല്ലെ. അതെന്താണ്, എ ആണ്. അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്ലസ് 20 എന്ന് എടുക്കാം. അതായത് എ എന്ന് പറയുന്നത് 20ആണ്, അത് പ്ലസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് 20 എന്ന് ഇട്ടു. നമ്മുടെ ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എ ബി ബൈ 100 ആണ്. അപ്പൊ പ്ലസ് 20. ഇനി അടുത്ത എന്താണ്, ഡിക്രീസ്ഡ് ബൈ 10%. അതായത് ബി 10ആണ്, കുറയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെ -10 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ്, എ ബി ആണ്. എയും ബിയും കൂടെ ഗുണിക്കണം. അപ്പോ എ എന്ന് പറയുന്നത് 20ആണ്, ബി എന്ന് പറയുന്നത് -10 ആണ് അല്ലെ. ബി എന്ന് പറയുന്നത് -10 ആണ് ബൈ 100. നോക്കൂ, ഒരു പ്ലസും ഒരു മൈനസും കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, മൈനസ് ആണ് അല്ലെ. അപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പോ പൂജ്യങ്ങളെല്ലാം നമുക്ക് വെട്ടിക്കളയാം. 20ന്ന് 10 പോയാൽ 10. പിന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, 2 × 1 2ഉം കൂടെ വരുന്നുണ്ട്. 10 - 2 8 എന്ന് വന്നു. അപ്പോ 8% ആയിരിക്കും ഉത്തരം. അപ്പൊ രണ്ട് തരത്തിലും നമുക്ക് ഉത്തരം കാണാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നതിലൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക് അത്രയും തറവാണ്. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും രണ്ട് മെത്തേഡുകളും പറയുന്നത് കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യാം. 8:50 ആയിട്ടോ, ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളിപ്പോ ഏകദേശം ഒരു 7 ചോദ്യങ്ങളായി. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രമാണ് പെട്ടെന്ന് എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. അന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദ പ്രൈസ് ഓഫ് എ ടി വി ഇൻക്രീസ്ഡ് ബൈ 20%. വെൻ ദ ഡിമാൻഡ് ഇൻക്രീസ്ഡ് ഇറ്റ് വാസ് ഇൻക്രീസ്ഡ് അഗെയിൻ ബൈ 10%. നോക്കൂ, ഇവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇക്വേഷൻ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും? ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെർസെന്റേജിന്റെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഇനി ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് നിങ്ങൾ തന്നെ ഒന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാലും കിട്ടും,
അപ്പോ എ എന്ന് പറയുന്നത് 20ആണ്, അത് പ്ലസ് ആണ്, അല്ല ഇൻക്രീസ് ചെയ്യാണ്. പിന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്, അപ്പൊ അവിടെയും പ്ലസ് തന്നെയാണ്. അത് ഇട്ട് കൊടുത്താൽ ഉത്തരം കിട്ടും. നമുക്ക് 100 ആക്കി എടുക്കുകയാണെങ്കിൽ ടിവിയുടെ വില 100 രൂപയാണ്. ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോ 100 20% കൂട്ടിയപ്പോ 120 മാറി, അല്ലെ? 100ന്റെ 20% 20ആണ്, അപ്പൊ 120 മാറി. പിന്നെ വീണ്ടും ഡിമാൻഡ് കൂടുകയാണ്. ഡിമാൻഡ് കൂടുമ്പോൾ ഇവര് വീണ്ടും 10% കൂട്ടുകയാണ്. അപ്പോ 120ന്റെ 10%. ശ്രദ്ധിക്കുക കേട്ടോ, 120 രൂപയാണ് ഇപ്പൊ വില. ഡിമാൻഡ് കൂട്ടുമ്പോൾ അവര് വീണ്ടും 10% കൂട്ടുകയാണ്. അപ്പൊ 120ന്റെ 10% എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ആയിരിക്കും. അപ്പൊ 12 അവർ പിന്നെ കൂട്ടുണ്ടാവുക. അപ്പൊ 120ന്റെ ഒപ്പം 12 കൂട്ടുമ്പോൾ അതെന്തായി മാറും? 132 മാറും. എന്താണ് ചോദ്യം? വാട്ട് പെർസെന്റേജ് ചേഞ്ച് വിൽ ദർ ബി ഇൻ ദ പ്രൈസ് ഓഫ് ടി വി? ഈ ടിവിയുടെ വിലയിൽ എത്ര ശതമാനം വർധനമുണ്ടായി? എത്ര ശതമാനം ഉണ്ടായത്? ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചേ. 100 132 അപ്പൊ 100 ആക്കി എടുത്തു കഴിഞ്ഞാൽ, അതാണ് 100 ആക്കി എടുക്കുന്നതിന്റെ ഗുണം. 100 132 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക 32% വർധനവാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒന്ന് കമന്റ് ചെയ്യാം, ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, ഒരു 3-4 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. പല ഉത്തരങ്ങളും നമുക്ക് മനസ്സിൽ കൂടെ വരാം, പക്ഷെ നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. നെഗറ്റീവ് അടിക്കരുത്. ഇപ്പൊ BSFന്റെ ഒക്കെ എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് അറിയാലോ, കൂടുതലാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നെഗറ്റീവ് അടിക്കുന്നു അത്രത്തോളം നമ്മുടെ ചാൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് പറഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ദെൻ വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഡിഫറൻസ് ഇൻ ഏരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇത് ഇങ്ങനത്തെ ചോദ്യമൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഇത് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഈ സ്ക്വയർ ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മെൻസുറേഷൻ അല്ലെങ്കിൽ ജോമെട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യം എന്നൊക്കെ ഒരു ധാരണ വരും. പക്ഷെ അങ്ങനെയല്ല, ഇത് പെർസെന്റേജ് ആണ്. ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ ഇക്വേഷൻ ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഇക്വേഷൻ ഓർത്തു വെക്കാം. എന്താണ് ഇവിടെ കൂടിയത്? ആദ്യം കൂടിയത് 20% പ്ലസ് ആണ്, പിന്നെ കൂടിയത് 10% അപ്പൊ എ ബി എന്താണ്, രണ്ടും പ്ലസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചിഹ്നത്തിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവസാനം എന്തെന്നെ കിട്ടും? ഇവിടെ 2 കിട്ടും. 20ഉം 10ഉം 30ഉം 2ഉം 32 തന്നെ കിട്ടും. ഈസിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഇപ്പൊ തന്നെ 2-3 പേര് 4 പേര്, ആതിര, നയന, അക്ഷര, അരുൺ ശങ്കർ ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെയിം ആൻസർ. അതെ, കൃഷ്ണ കമന്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇതൊക്കെ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻക്രീസ് 20 10 അത് 32 ആയിരിക്കും. സ്വാഭാവികമായിട്ടും 32 ആയിരിക്കും. അതാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഗുണം. അതാണ്. അപ്പോ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം നോക്കൂ. നോക്കുക, നമ്മൾ ഇതുവരെ ഇപ്പൊ 18 ചോദ്യമായി. 18ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 18ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ആ കൂടെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് ഈ ടോപ്പിക്കിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കുറെ ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചതാണ്. മറന്നു പോകാതിരിക്കുക. ചോദ്യം എന്താണ്? ഇഫ് എ മർച്ചന്റ് ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ബൈ 10% and sells them at a discount of 20%, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്? നോക്കൂ, ഇത് ശരിക്കും പ്രോഫിറ്റ് ലോസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇതാണ് പെർസെന്റേജ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പ്രോഫിറ്റ് ഓർ ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർസെന്റേജ് പഠിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് പഠിക്കാൻ പറ്റും. അത് പഠിച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കാൻ പറ്റും. അത് പഠിച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ പെർസെന്റേജ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, എന്ത് ചെയ്യാം? നമ്മൾ എന്താണോ ഒരു ചോദ്യം വരുന്നത് അപ്പൊ നമ്മൾ 100 ആക്കി എടുക്കുക. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന അതാണ്. ഓക്കെ, ഇനി എന്താണ്? എ മർച്ചന്റ് ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ബൈ 10%. അപ്പൊ 100 രൂപ ഉണ്ടായിരുന്നു. ഇയാൾ എന്ത് ചെയ്തു? ആ 100 രൂപയുടെ മേലെ ഒരു 10% വില കൂട്ടി. അപ്പൊ എന്ത് സംഭവിക്കും? അത് 110 മാറും. 100ന്റെ 10% 10ആണ്. അപ്പൊ 10 കൂട്ടുമ്പോൾ 110 മാറും. പിന്നെ എന്താ സംഭവിക്കുന്നത്? കമന്റ് ഒന്ന് നോക്കാട്ടോ. കമന്റ് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ 110 രൂപയാണ്. അപ്പോ ആള് ചെയ്യുന്നത് 20% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്കൊരു മൊബൈലിന്റെ വില 20,000 രൂപയാണ് അവർ പറയുന്ന വില.
അപ്പൊ അതിന്റെ യഥാർത്ഥ വില ചിലപ്പോൾ 17,000 ആയിരിക്കും. അപ്പൊ നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ഈ 20,000ത്തിന്റെ 10% അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക. അപ്പോ ഇപ്പോഴത്തെ വില, അയാൾ പറയുന്ന വില 110 ആണ്. അതിന്റെ 20% ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ 110ന്റെ 10% എന്ന് പറഞ്ഞാൽ 11 ആണ്. ഒരു 0 വെട്ടി കളഞ്ഞാൽ മതി. അപ്പൊ 20% എന്തായിരിക്കും? 10% 11 ആണെങ്കിൽ 20% 22 ആയിരിക്കും. അപ്പൊ 22 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. 22 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 110ന്ന് ആദ്യം അല്ലെ 20 കുറയ്ക്കണം. അപ്പൊ 110 ആദ്യം 22 കുറയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം 20 കുറയ്ക്കുകയാണ്. 110ന്ന് 20 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. പിന്നെ ഒരു 2 രൂപ കൂടി കുറയ്ക്കാനുണ്ട്. അതും കൂടി കുറച്ചാൽ നമുക്ക് 88 എന്ന് കിട്ടും. അല്ലെ? അയാള് വിൽക്കുന്നത് 88 രൂപയ്ക്കാണ്. ഇയാള് മേടിച്ച വില അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പൊ 100 രൂപയുടെ സാധനം 88 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 12 രൂപയാണ് അയാൾക്ക് നഷ്ടമാവുന്നത്. അപ്പോ 100 രൂപയാണല്ലോ വില. അതിന്റെ എത്ര ശതമാനമാണ് 12 നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. 100ന്റെ എത്ര ശതമാനമാണ് 12? അത് 12% ഇവിടെ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നഷ്ടമാണ്. ഓപ്ഷൻ ബി 12% ലോസ് ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് പ്രോഫിറ്റ് ലോസ് കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പെർസെന്റേജ് ഉപയോഗിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇത്രത്തോളം ഉപകാരപ്പെടുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് കമന്റ് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാവുന്നതാണ്. ഒന്ന് കമന്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, അരുൺ കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കമന്റ് ചെയ്യാട്ടോ. നോക്കാം. അപ്പൊ നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 26 വേണമെങ്കിൽ തീർക്കാം. ഇനി ചിലപ്പോ ഒന്ന് കട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, എന്തായാലും നോക്കാം. നമുക്ക് പറ്റാവുന്ന ചോദ്യങ്ങൾ എന്തായാലും ഒന്ന് തീർക്കാം. അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു റിവിഷൻ പോലെ വെച്ചിട്ട് ആദ്യം മുതൽ ഒന്നും കൂടെ ചെയ്യാം. കുഴപ്പമില്ല. നോക്കൂ, അടുത്ത ചോദ്യം എന്താണ്? ഒരു ലാപ്ടോപ്പിന്റെ വില 25,000 രൂപയാണ്. ഓക്കെ, നമ്മളിതൊരു കഥ പോലെ ഒരു ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോ ഒരു വ്യക്തി 25,000 രൂപയുടെ ലാപ്ടോപ്പ് പ്രൈസ് ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പ് 25,000 രൂപയാണ്. അതിന്റെ വില 10% കുറച്ചു. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം എന്താണ്? 25,000 രൂപയുടെ സാധനം 10% ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ 25,000ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 2,500 ആണ് അല്ലെ? അപ്പോ 25,000ത്തിന്ന് 2,500 രൂപ ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 22,500 കിട്ടുക അല്ലെ? 2,500 കുറച്ചാൽ 22,500 കിട്ടും. അപ്പോ 10% കുറച്ചാലുള്ള വില 22,500 ഓക്കെ, ഇനി എന്താണ്? അപ്പൊ നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ പോവാം. 10% കുറച്ചു, അപ്പൊ 22,500 കിട്ടി. ഇപ്പോ ഇതിന്റെ വില ഇതാണ്. ഈ വിലയിൽ നിന്നും അയാള് 20% കൂട്ടുകയാണ്. ഓക്കെ, ഈ വിലയിൽ നിന്നും 20% കൂട്ടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ 20% എത്രയെന്ന് നോക്കാം. നോക്കൂ, ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 22,500ന്റെ 10% ഇത് 100%ആണ്. 10% എന്ന് പറഞ്ഞാൽ 2,250 10% 2,250 ആണെങ്കിൽ 20% എന്ന് പറയുമ്പോൾ എത്ര കൂടെ വരും? 2,250 കൂടെ വരും. അതായത് 4,500 എന്ന് വരും. അതായത് 22,500ന്റെ 20% കൂട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 4,500 രൂപ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ 22,500-നൊപ്പം 4,500 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27,000 എന്ന് കിട്ടും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 27,000 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ ഉത്തരം പറയാൻ പറ്റും. ഒന്ന് കമന്റ് ചെയ്തേ. നോക്ക്, ഇനിയുള്ള ചോദ്യങ്ങൾ ചിലപ്പോ ഒന്ന് ടൈറ്റ് ആയിട്ട് തോന്നാം. ഇപ്പോ ക്ലിയർ അല്ല എന്ന് പറയുന്നതിൽ ഒരു മടിയും കാണിക്കണ്ട, ഒരു പ്രശ്നവുമില്ല. നമുക്കിനിയിപ്പോ കുറച്ച് ടൈം അധികം എടുത്താലും എല്ലാവർക്കും മനസ്സിലായിട്ട് മാത്രമാണ് ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ വളരെ കുറച്ച് പേരാണ് പരീക്ഷയ്ക്ക് നമ്മുടെ ബാച്ചിലുള്ളൂ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് പേരാണ് എഴുതുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫാസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തേ. 19 ചോദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ ഏകദേശം 10-12 ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തു അല്ലെ? ഒരു 40 മിനിറ്റ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ,
എല്ലാവരും ക്ലിയർ ആണെന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. ചോദ്യം: 60% of the students in a college are girls. If the number of boys is 360, what is the number of girls? ഒന്ന് രണ്ട് പ്രാവശ്യം ചിലപ്പോൾ വായിക്കേണ്ടി വരും, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. എന്താണ് ഒരു 60% ഓഫ് ദ സ്റ്റുഡൻസ്, അതായത് ഒരു കോളേജിലെ അല്ലെങ്കിൽ ഒരു കോളേജിലെ 60% പേര് ഗേൾസ് ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവണം 60% ഗേൾസ് ആണെങ്കിൽ 40% എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും. അതൊക്കെ നമുക്ക് ആ ഒറ്റ വായനയിൽ നമുക്ക് കിട്ടണം. ഓക്കെ, 60% ഗേൾസ് ആണെങ്കിൽ 40% ബോയ്സ് ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ് 360, ബോയ്സിന്റെ എണ്ണം 360 അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ എണ്ണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് പെർസെന്റേജ് ഇക്വേഷനോ അങ്ങനെയുള്ള 60% അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ആലോചിക്കുക. 40% 360 ആണല്ലോ. 40% 360 ആണെങ്കിൽ നമുക്ക് വേണ്ട എന്താണ്? നമ്പർ ഓഫ് ഗേൾസ് ആണ്. അത് അവർ പറഞ്ഞിട്ടുണ്ട് 60% പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ചോദ്യം കാണുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ഇപ്പൊ 40% ഓഫ് എക്സ് ഈക്വൽ ടു 360, അപ്പൊ എക്സ് ഈക്വൽ ടു 360 ഇൻറ്റു 100/40 ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. എന്നിട്ട് അതിന്ന് 60 അങ്ങനെയൊന്നും കാണാൻ നിൽക്കരുത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, വളരെ പെട്ടെന്ന് ഉത്തരം കാണാനുള്ള വഴികൾ ആലോചിക്കുക. നോക്കൂ, നമുക്ക് വേണ്ടത് ആദ്യം ചോദ്യം എന്താ നോക്കുക. ഓക്കെ, തന്നിട്ടുള്ള കാര്യങ്ങളോടൊപ്പം ചോദ്യം എന്താന്ന് നോക്കുക. നമുക്ക് ചോദ്യം എന്താണ്? 60% കാണും. നമ്മുടെ കയ്യിൽ 40% ഉണ്ട്. അപ്പൊ 40% കയ്യിലുണ്ടെങ്കിൽ 60% കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ പകുതി കൂടെ കണ്ടാൽ പോരെ? 40% 360 ആണെങ്കിൽ 20% എന്തായിരിക്കും? 180 ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 60% കിട്ടിയില്ലേ? അല്ലെ? 40, 20, 60%. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 60% ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഇക്വേഷൻ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വെട്ടിക്കളയാനോ ഇതൊന്നും നിൽക്കരുത്. ഇതൊക്കെ എല്ലാവരും ചെയ്യും. ഇതൊക്കെ എക്സാമിന്, ഇപ്പൊ നിങ്ങളോടൊപ്പം എക്സാം എഴുതുന്ന 100 പേരിൽ ഒരു 60-70 പേര് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിക്കാം. ഞാൻ ഇതൊക്കെ മായ്ക്കാണ്, ഈ സംഭവങ്ങളൊക്കെ മായ്ക്കാണ്. നോക്കി നോക്കൂ, നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടി. അപ്പൊ ഈ ചോദ്യം കിട്ടിയപ്പോ തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉടനെ തന്നെ 40% 360 അപ്പോ 100% കാണും, പിന്നെ 60% കാണും. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ സെൻസ് ആണ്. 60% തന്നിട്ടുണ്ട്, സോറി 40% തന്നിട്ടുണ്ട്, 360 നമുക്ക് വേണ്ടത് 60%. 40% 360 ആണെങ്കിൽ 20% അതിന്റെ പകുതി 180. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഉത്തരം. അത് 540 ഓക്കെ, ഇത് ഞാനിപ്പോ പറയാൻ തന്നെ എത്ര സമയം എടുത്തു? ഒരു 20 സെക്കൻഡ് ആണ് ഞാൻ ഇപ്പൊ ഈ രണ്ടാമത് പറയാൻ സമയം എടുത്തത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒരു 10-15 സെക്കൻഡിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയേ ചെയ്യാവൂ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ടോപ്പിക് ഉണ്ട്, അല്ലെ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടമാവാൻ പോകുന്ന ടോപ്പിക് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സമയം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സമയം സേവ് ചെയ്തേ പറ്റുള്ളൂ. അതൊരു 10 സെക്കൻഡ് ഒരു ചോദ്യത്തിൽ സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ 10 സെക്കൻഡ് അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ റിസൾട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും. ഒന്ന് കമന്റ് ചെയ്യുക, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. ഒന്ന് കമന്റ് ചെയ്തേ, ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യും. ക്ലിയർ ആണ്. ആതിര, അരുൺ, ഒരേ ആൾക്കാർ തന്നെയാണല്ലോ പിന്നെയും പിന്നെയും കമന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ കമന്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണോ അതോ മനസ്സിലാവാണ്ടാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു 6 ചോദ്യം കൂടെ തീർക്കാനുണ്ട്. അത് ഇപ്പൊ തന്നെ തീർക്കാണോ? ഒന്ന് പറയോ, എന്താ ചെയ്യേണ്ടത്? നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോകണോ അതോ നാളേക്ക് മാറ്റി വെക്കണോ? എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് പെട്ടെന്ന് എടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് ചിലപ്പോൾ ഒരു മണിക്കൂറിൽ ചിലപ്പോൾ കുറച്ചു നേരം കൂടി ഇരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പെർസെന്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്താ വേണ്ടത്? കംപ്ലീറ്റ് ചെയ്യല്ലേ? ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചോദ്യം ഞാൻ കമന്റ് നോക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പറയാം. അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇൻ എ കോളേജ് ഇലക്ഷൻ വേർ 2 candidates contested. The candidate who got 62 ഇപ്പോൾ തീർക്കാം. ഓക്കെ, the candidate who got 62% of the votes won by 144 votes. Then what is the total number of votes? ഇതാണ് ചോദ്യം. സിമ്പിളാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒരു ഫ്ലോയില് നമുക്ക് ഇങ്ങനെ പോവാം. എന്താണ് 100%? എപ്പോഴും എന്താണ് 100% പേരാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഒരു കാൻഡിഡേറ്റിന് രണ്ടുപേരേ ഉള്ളൂ എങ്കിൽ
എട്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എന്നാൽ ലാസ്റ്റ് വരാം കേട്ടോ. ലാസ്റ്റ് ഞാൻ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഞാൻ എന്തായാലും ലാസ്റ്റ് ഒന്നുകൂടെ വരാം. നോക്കൂ, അപ്പൊ ഒരു കോളേജിൽ 100% പേരുണ്ട്. 2 പേര് കണ്ടസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് 62% വോട്ട് കിട്ടി. സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് 62% കിട്ടിയിട്ടുണ്ടെങ്കിൽ, മൊത്തം 100% ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കി ഉള്ള ആൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? അതിന്റെ ബാക്കി വോട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? 62%, 38%, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100% എന്ന് കിട്ടും. അപ്പോ ജയിച്ച ആൾക്ക് കിട്ടിയത് 62%, തോറ്റ ആൾക്ക് കിട്ടിയത് 38%. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഫസ്റ്റ് ലൈനിൽ നിന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് പറയുന്നത്? ദ കാൻഡിഡേറ്റ് ഹു ഗോട്ട് 62% ഓഫ് ദ വോട്ട്സ് വൺ ബൈ 144 വോട്ട്സ്. അതായത് ഈ ജയിച്ച ആള് ജയിച്ചത് 144 വോട്ടിനാണ്. അപ്പൊ നമ്മൾ ഒരു ഇലക്ഷന്റെ കാര്യം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഒരാൾക്ക് ഒരു ഇലക്ഷനിൽ ഒരു 50 വോട്ട് കിട്ടി, മറ്റൊരാൾക്ക് 40 വോട്ട് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ജയിച്ചത് 10 വോട്ടിനാണ് എന്നാണ് പറയുക. അതായത് ഇയാൾക്ക് എത്ര വോട്ടാണോ കൂടുതൽ കിട്ടിയത് അത്രയും വോട്ടിനാണ് ഇയാൾ ജയിച്ചതെന്നാണ് പറയുക അല്ലെ? അപ്പോൾ ഇവിടെ ഈ 144 വോട്ട് എന്ന് പറയുന്നത് ഇയാൾക്ക് കിട്ടിയ വോട്ടല്ല, ഇയാൾക്ക് അധികം കിട്ടിയ വോട്ടാണ്. അപ്പോൾ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 144ആണ് അല്ലെ? നോക്കൂ, ഇനി സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. 62%വും 38%വും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക. 38%, 62% ആണെന്നുണ്ടെങ്കിൽ 38, 48, 58 അല്ലെ? 24% വരിക അല്ലെ? 38, 40 ആവാൻ 2%, 60 ആവാൻ 20%, 62 ആവാൻ വീണ്ടും 2%. അപ്പോ ടോട്ടൽ 24%ത്തിന്റെ വ്യത്യാസമാണ് ഇവര് തമ്മിലുള്ളത്. ആ 24% എന്ന് പറയുന്നത് 144ആണ് അല്ലെ? 24% എന്ന് പറയുന്നത് 144 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോ ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആണ്. അതായത് 100% നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, 24%ആണ് 144. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. നമുക്ക് ആദ്യം 12 തൊട്ട് വെട്ടുകയാണെങ്കിൽ ഇവിടെ 2 പ്രാവശ്യം, 144ൽ 12 എത്ര പ്രാവശ്യമാണ്? 12 പ്രാവശ്യം അല്ലെ? രണ്ട് സൈഡും വെട്ടിക്കളയാം. അപ്പോ ഇവിടെ എന്ത് കിട്ടി? 2% എന്ന് പറയുന്നത് 12 കിട്ടി. 2% 12 ആണെങ്കിൽ 1% എന്തായിരിക്കും? 6 ആയിരിക്കും. 1% 6 ആണെങ്കിൽ 10% 60 ആയിരിക്കും. 100% 600 ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ ഈ ഒരു ലെവലിൽ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മാക്സിമം വരാൻ സാധ്യതയുള്ളത്. BSFന്റെ ഒക്കെ ഈ ട്രേഡ്സിന്റെ എക്സാം ആയതുകൊണ്ട്, ഫിസിക്കൽ കഴിഞ്ഞ എക്സാം ആയതുകൊണ്ട് അത്ര വലിയ റേഞ്ച് വരാൻ സാധ്യതയില്ല. വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. എന്നാലും ഈ ഒരു ലെവൽ ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അവിടെ ഇക്വേഷൻ ആലോചിക്കാനോ കുറെ ചെയ്ത് കൂട്ടാനോ നിൽക്കരുത്. ഇതും നമുക്ക് ശരിക്കും എക്സാമിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എല്ലാം ഒന്ന് മായ്ക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഒരാൾക്ക് 62, മറ്റേയാൾക്ക് 38. ഡിഫറൻസ് എത്ര ശതമാനമാണ്? 24%ആണ്. 24%മാണ് 144. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് 100% കണ്ടുപിടിക്കാം. 600 എന്നുള്ള ഉത്തരം കിട്ടും. ഒന്ന് കമന്റ് ചെയ്ത്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യാം. എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോവാണ്. ഒന്ന് കമന്റ് ചെയ്യാം, പെട്ടെന്ന് കമന്റ് ചെയ്യാം, പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. 4 ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പെർസെന്റേജ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പെർസെന്റേജ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും. പെർസെന്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുമാണ് അറൌണ്ട് ഇപ്പൊ 20 ചോദ്യം ഉണ്ടെങ്കിൽ 5 ചോദ്യം ഈ 2 ടോപ്പിക്കിൽ നിന്നാണ് വരിക. സിമ്പിൾ ഇൻട്രസ്റ്റും ഈസി ആവും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഈസി ആവും. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. 4 ചോദ്യം കൂടിയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അപ്പോ ഈ ചോദ്യം കൂടെ ഒന്ന് പറഞ്ഞു. ഇത് കുറച്ച് ട്രിക്കി ആട്ടോ. ഈ ചോദ്യം കുറച്ച് ട്രിക്കിയാണ്. 40% ഓഫ് ദ സ്റ്റുഡൻസ് ഹു റോട്ട് ആൻ എക്സാമിനേഷൻ ഫെയിൽഡ് ഇൻ ഹിന്ദി. നോക്കൂ, ഇപ്പോ നമുക്കൊരു വട്ടം വരയ്ക്കാം. അപ്പൊ ഇത് ഹിന്ദിയാന്ന് വിചാരിക്കാം. അപ്പോ 40% പേര് ഇവിടെ ഹിന്ദിയിൽ തോറ്റു, 30% പേര് ഇംഗ്ലീഷിൽ തോറ്റു. 40% പേര് ഹിന്ദിയിൽ, 30% പേര് ഇംഗ്ലീഷിൽ, 20% പേര് രണ്ടിലും തോറ്റു, 2 സബ്ജക്റ്റിലും തോറ്റു. ചോദ്യം, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ദോസ് ഹു പാസ്ഡ് എന്നാണ് ചോദ്യം. അപ്പൊ ഞാനൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം. നോക്കൂ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇംഗ്ലീഷിൽ തോറ്റ ആളുകളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഹിന്ദിയിൽ 40% പേര് തോറ്റു,
ഇംഗ്ലീഷില് 30% പേര് തോറ്റു, 20% പേര് രണ്ടിലും തോറ്റു എന്നാണ് പറയുന്നത്. അല്ലെ? അപ്പൊ നമ്മൾ 100 പേരുണ്ട് വിചാരിക്കും, ടോട്ടൽ 100 പേരുണ്ട്. അപ്പോൾ 40 പേര് ഹിന്ദി തോറ്റു, 30 പേര് ഇംഗ്ലീഷ് തോറ്റു. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യം കേട്ടോ. അപ്പൊ 40 പേര് ഹിന്ദിയിൽ തോറ്റു, 30 പേര് ഇംഗ്ലീഷിൽ തോറ്റു, 20 പേര് ഇതിൽ രണ്ടിലും തോറ്റു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് പഠിക്കാതെ പോയ ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഉത്തരം, അപ്പൊ 40, 30, 70, 70, 20, 90. അപ്പൊ 90% പേര് ടോട്ടൽ തോറ്റു. അപ്പൊ 100% പേരിൽ എക്സാം എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ 10% പേരാണ് ജയിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഉത്തരമായിരിക്കും ഒരു തെറ്റായിട്ട്. ഇതൊക്കെ തെറ്റിക്കാൻ വേണ്ടി ഇടുന്ന ചോദ്യമാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 40 പേര് ഹിന്ദിയിൽ തോറ്റു, 30 പേര് ഇംഗ്ലീഷിൽ തോറ്റു, 20 പേര് ഈ രണ്ടിലും തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 പേരേനെ ഇതിലും എണ്ണിയിട്ടുണ്ടാവും. അല്ലെ? ഇപ്പൊ നോക്കൂ, ഇപ്പൊ എ എന്ന് പറയുന്ന ആള് ഹിന്ദിയിൽ തോറ്റു എന്ന് പറയുമ്പോൾ ഇവിടെയും അയാളുടെ എണ്ണം വരുന്നുണ്ട്, ഈ 20ലും അയാളുടെ എണ്ണം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 40ഉം 30ഉം കൂടി കൂട്ടുകയാണ്. അപ്പൊ നമുക്ക് 70 എന്ന് കിട്ടും. ഈ 70ന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 70ൽ എന്തുണ്ട്? 2 പ്രാവശ്യം ഈ 20%-നെ 2 പ്രാവശ്യം ഇവിടെ എണ്ണിയിട്ടുണ്ട്. അല്ലെ? കാരണം എന്താ? ഹിന്ദി തോറ്റ ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ അവിടെയും ഈ 20 പേര് വരുന്നുണ്ട്. ഇംഗ്ലീഷ് തോറ്റ ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ അവിടെയും 20 പേര് വരുന്നുണ്ട്. അപ്പൊ 20 പേര് ഇവിടെ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോ ആ 20 അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു ചെറിയൊരു കൺഫ്യൂസിംഗ് ആയിരിക്കും കേട്ടോ, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിക്കാൻ നോക്കുക. എന്തുകൊണ്ട് 20 കുറച്ചു എന്നുള്ളൊരു ലോജിക്ക് ഉപയോഗിക്കാൻ നോക്കുക. രണ്ടിലും ഈ 20നെ എണ്ണിയത് കൊണ്ട് നമ്മൾ ഈ 70ന്ന് രണ്ടും കൂടി കൂട്ടി എന്നിട്ട് ആ 20നെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 50 എന്നുള്ള ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. 2-3 പേര് നയന, അരുൺ ശങ്കർ, അക്ഷരയൊക്കെ 50 എന്ന ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പെട്ടെന്ന് തീർക്കാം, പെട്ടെന്ന് തീർക്കാം. ഒന്ന് കമന്റ് ചെയ്യാം. ഇവിടെ ചോദ്യം നോക്കൂ, 15% ഓഫ് 60, 15% ഓഫ് 60, 60ന്റെ 15%വും 120ന്റെ 45% കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്നതാണ് നമ്മുടെ ചോദ്യം. ജസ്റ്റ് മറ്റേ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, സമയമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്നതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് കണക്കാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 60ന്റെ 15% കിട്ടണം. അപ്പൊ 60ന്റെ 15% കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 15%-നെ 10ഉം 5ഉം ആക്കണം, അല്ലെ? അപ്പൊ 60ന്റെ 10% എന്ന് പറഞ്ഞാൽ 6ആണ്. 5% എന്ന് പറഞ്ഞാൽ 10% 6ആണെങ്കിൽ 5% എന്തായിരിക്കും? 3ആയിരിക്കും. അപ്പൊ 15% എന്ന് പറഞ്ഞാൽ 10ഉം 5ഉം കൂട്ടിയാൽ കിട്ടുന്ന 6ഉം 3ഉം 9 ആയിരിക്കും. അപ്പൊ ഇത് 9 ആണ്. ഓക്കെ. ഇനി 120ന്റെ 45% എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? 120ന്റെ 45%, അതും കൂടി കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ പരിപാടിയായി. അപ്പൊ സിമ്പിൾ ആയിട്ട് നോക്കൂ, 120ന്റെ 45% കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി 120ന്റെ 50% എന്തായിരിക്കും? 120ന്റെ 100% 120 ആണ്. അപ്പൊ 120ന്റെ 50% എന്ന് പറയുന്നത് 60 ആയിരിക്കും, ആണല്ലോ. പക്ഷെ നമുക്ക് 50% അല്ല വേണ്ടത്, 45%ആണ് വേണ്ടത്. അപ്പോ 45% കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 120ന്റെ 5% കുറയ്ക്കണം, അല്ലെ? 120ന്റെ 10% 12ആണ്. അപ്പൊ 5% എന്തായിരിക്കും? അല്ലെ? 120ന്റെ 100% 120ആണ്, 10% 12ആണ്, 5% 6ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 60ന്ന് എന്ത്, സോറി, അല്ല അങ്ങനെ തന്നെയല്ല, 60ന്ന് എന്ത് കൂട്ടേണ്ടി വരും? 6 നമ്മൾ കൂട്ടേണ്ടി വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോറി, ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ എഴുതിയത് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഏതാ പറ്റിയത്. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടെ പറയാം. നോക്കൂ, അപ്പോൾ നമുക്ക് 120ന്റെ 45% കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് 120ന്റെ 50% കണ്ടുപിടിക്കുകയാണ്. 120ന്റെ 50% നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം, അത് 60ആണ്, അല്ലെ? അപ്പൊ നമുക്ക് 50%ആണ് 60, 5% നമുക്ക് ആവശ്യമില്ല. അപ്പൊ 120ന്റെ 5% നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പൊ 120ന്റെ 10% 12ആണ്, അല്ലെ? 120ന്റെ 10% 12ആണ്. 5% എന്ന് പറഞ്ഞാൽ 6ആയിരിക്കും. അപ്പൊ ഈ 60ന്ന് 6ന് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും?
54 എന്നുള്ള ഉത്തരമായിരിക്കും. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് 54ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 63 എന്നുള്ള ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അരുൺ ശങ്കർ കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നയന, അക്ഷര, കൃഷ്ണ, സ്മിത എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. നോക്കാം, അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യാൻ ശീലിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. തെറ്റാണെങ്കിലും കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പൊ ഏകദേശം കഴിയാറായി. അപ്പൊ ഇനി നമുക്ക് എന്തായാലും തീർക്കാം. ഇനിയിപ്പോ അധികം സമയം കളയേണ്ട ആവശ്യമില്ല. വേറൊരു ദിവസം ഇതിനു വേണ്ടി കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ചോദ്യം നോക്കാം. 4 ഈസ് 80% ഓഫ് 5. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 4 ഈസ് 80% ഓഫ് 5. ദെൻ 5 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 4? ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് നോക്കിയാൽ മതി. 5 എന്ന് പറയുന്നത് നാലിന്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം. 5 എന്ന് പറയുന്നത് 4ന്റെ എത്ര ശതമാനമാണ്? ഇത്രയേ ഉള്ളൂ ചോദ്യം. സിമ്പിൾ ആയിട്ട് കാണാം. 4ന്റെ എത്ര ശതമാനമാണ് 5? അതായത് 4നേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് 100%-നേക്കാൾ കുറവായിരിക്കും. നോക്കൂ, 4ന്റെ 100% എന്ന് പറയുന്നത് 4ആണ്. 5 എന്ന് പറയുന്നത് 100%-ത്തേക്കാൾ മേലെയാണല്ലോ. അപ്പോ ഒന്ന് നോക്കാം, 4ന്റെ എത്ര ശതമാനമാണ് 5? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ചു. സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 4ന്റെ എത്ര ശതമാനമാണ് 5? നോക്കൂ, 4ന്റെ 100% എന്ന് പറഞ്ഞാൽ അത് 4ആണ് അല്ലെ? 4ന്റെ 100% എന്ന് പറഞ്ഞാൽ 4ആണ്. അപ്പോ 5ലേക്ക് എത്ര കൂടെ വേണം? ഒന്നും കൂടെ വേണം അല്ലെ? ഒന്നും കൂടെ വന്നാലല്ലേ 5 ആവുള്ളൂ. അപ്പൊ 4 എന്ന് പറയുന്നത് 100%ആണ്. ഇവിടെ എത്രയും കൂടിയുണ്ട്? ഒന്നും കൂടിയുണ്ട്. അപ്പൊ 4ന്റെ എത്ര ശതമാനമാണ് 1 എന്ന് ആലോചിക്കാം. 4ന്റെ 100% 4, 4ന്റെ 50% 2, 4ന്റെ 25% 1 അല്ലെ? 4ന്റെ 25% പറഞ്ഞ എന്താ? 4ന്റെ പകുതിയുടെ പകുതി. പകുതിയുടെ പകുതി പറഞ്ഞ എന്താ? 1ആണ്. അപ്പൊ ഒന്നും കൂടെ വരുമ്പോ അവിടെ 25% കൂടി കൂടുകയാണ്. അപ്പൊ 100ഉം 25ഉം 125ആണ് ഉത്തരം. നോക്കൂ, ആദ്യത്തെ ക്ലാസ് മുതൽ, ഇപ്പൊ ഇന്നലെ എടുത്ത ഗോകുൽ സാറിന്റെ ക്ലാസ് മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും കൂടെ കാണും. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ സമയം ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. മറ്റുള്ളവർ കമന്റ് ഇടുന്ന സമയം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ക്ഷമ കാണിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ 2 ചോദ്യത്തോടു കൂടെ നമ്മുടെ പെർസെന്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തേലും ആ ക്വസ്റ്റ്യന്റെ നമ്പർ ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പൊ ഞാനിത് അവസാനം ഒന്നും കൂടെ ഒരു നമുക്ക് റിവിഷൻ നടത്താം. 8ാമത്തെ ചോദ്യം ഒരാൾ ചോദിച്ചു. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് എഴുതി വെച്ചോളൂ. നമുക്ക് എന്തായാലും തിരിച്ചു വരാം. ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഇഫ് എ ചൈൽഡ് ഇൻകറക്ട്ലി സോ 32% ഓഫ് നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് 23%. അതായത് 32% കാണുന്നതിന് പകരം ഒരു കുട്ടി എന്ത് ചെയ്യാണ്? 23% അബദ്ധത്തിൽ കാണുക. സോറി, 23% കാണേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് 23%. 23% കാണേണ്ടിയിരുന്നത്. പക്ഷെ ആ കുട്ടി കണ്ടത് 32%. ഇത് തെറ്റാണ്. പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയത് 448ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 32% ആ കുട്ടി കണ്ടത്. അത് എത്രയാണ്? 448ആണ് അല്ലെ? 32% ആ കുട്ടി കണ്ടത്, പക്ഷെ കാണേണ്ടിയിരുന്നത് 23%. നമുക്ക് എന്ത് ചെയ്യാം? 32% 448ആണ്. 1% എന്തായിരിക്കും? 1% എന്ന് പറഞ്ഞാൽ 448/32 ആയിരിക്കും. ആണല്ലോ. 32 മിഠായിക്ക് 448 രൂപ. അപ്പൊ ഒരു മിഠായിക്ക് 448/32. ഒരു മിഠായിക്ക് ഇതാണെങ്കിൽ 23% അല്ലേ കാണേണ്ടത്. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? എന്താണ് കറക്റ്റ് ആൻസർ? 23% കറക്റ്റ് ആൻസർ. 1% 448/32 ആണെങ്കിൽ 23% നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇൻറ്റു 23% എന്ന് ചെയ്താൽ മതി. ഉത്തരം കിട്ടി. ഇത് നിങ്ങളൊന്ന് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ നോക്കൂ, ഇത്
മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, വെട്ടിക്കളയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 322 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഈ ചാനലിൽ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ ലൈവ് സെക്ഷന്റെ അടിയിൽ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. ഒരു 10-12 വീഡിയോയുടെ മുന്നിലായിരിക്കും റൂട്ട് ഡിജിറ്റ് മെത്തേഡ് പറഞ്ഞിട്ട്, ലാസ്റ്റ് ഡിജിറ്റ് ആൻഡ് റൂട്ട് ഡിജിറ്റ് മെത്തേഡ് പറഞ്ഞിട്ട് ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. കുറച്ച് പേര് ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട് 322 എന്ന്. അപ്പൊ അവര് വെട്ടിക്കളഞ്ഞ് പെട്ടെന്ന് കണ്ടുപിടിച്ചാണ്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് സ്പീഡാക്കാൻ നോക്കാം. ഇത് വെട്ടിച്ചെറുതാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല, അത് സിംപ്ലിഫിക്കേഷനിൽ പറയേണ്ടതാണ്. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ വെട്ടിച്ചെറുതാക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചോദ്യം എന്താണ്? എ പേഴ്സൺ സ്പെൻസ് 40% ഓഫ് ഹിസ് മന്ത്ലി ഇൻകം ഓർ ₹5,000. എന്താണ്? ഒരാള് 100% അയാൾക്ക് കിട്ടുന്നത്. അതിൽ 40% എന്ത് ചെയ്യാണ്? അയാൾ ചെലവാക്കി. 40% അയാൾ ചെലവാക്കി. പിന്നെന്താ പറയുന്നത്? അയാളുടെ മൊത്തം ശമ്പളം 5000 ആണ്. അതായത് 100% എന്ന് പറയുന്നത് 5000 ആണ്. ചോദ്യം എന്താണ്? ഇയാള് സേവ് ചെയ്യുന്ന എത്രയാണ്? ഇയാളുടെ മന്ത്ലി സേവിങ്സ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. എങ്ങനെ ചെയ്യാം? 40% അയാൾ ചെലവാക്കിയാൽ അയാളുടെ കയ്യിൽ ഉണ്ടാവുക എത്രയാണ്? 60%, അല്ലെ? 40% അയാൾ ചെലവാക്കി. അപ്പൊ അയാളുടെ സേവിങ്സ് എന്തായിരിക്കും? 60%. എന്തിന്റെ 60%? 5000ത്തിന്റെ 60%. സിമ്പിൾ ആയിട്ട് കാണാലോ. 5000ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 500 ആണ്. 10% 500 ആണെങ്കിൽ 60% എന്തായിരിക്കും? അതിന്റെ 6 ഇരട്ടി ആയിരിക്കും. അപ്പൊ 500ന്റെ 6 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3000 ആയിരിക്കും. ഇതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഒരാൾ ചോദിച്ച ചോദ്യം 8ാമത്തെ ചോദ്യമായിരുന്നു. അപ്പോൾ അതിന്ന് നമുക്ക് ഒന്നും കൂടെ പറയാം. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്വസ്റ്റ്യന്റെ നമ്പർ ഒന്ന് കമന്റ് ചെയ്തോളൂ. തീർത്തിട്ടേ പോകുന്നുള്ളൂ, ഒരു തിരക്കുമില്ല. ഒരു 10-20 മിനിറ്റ് അധികം ഇരിക്കേണ്ടി വന്നാലും ഡൗട്ട് തീർത്തിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ ബാച്ചില്. കുറച്ച് പേരാണ് ഓൾ കേരള പരീക്ഷ എഴുതുന്നുള്ളൂ. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് തീർത്തിട്ട് നമുക്ക് സാവകാശം പോവാം. അപ്പോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃഷ്ണയാണോ സംശയമുണ്ട്, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണ പ്രശാന്താണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇതെന്തായിരുന്നു ചോദ്യം? കൃഷ്ണ ലൈവിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം 22ാമത്തെ ചോദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 22 അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. 22. ഓക്കെ, ഒന്ന് ഓർപ്പിക്കും കേട്ടോ. 22ആണ്. ഇത് കഴിഞ്ഞൊന്ന് ഓർപ്പിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഇഫ് 250 ഈസ് ആഡഡ് ടു 75% ഓഫ് നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സംഖ്യ അതിന്റെ 75%-നോടൊപ്പം 250 ആഡ് ചെയ്തപ്പോ, 250 വേണമെന്നില്ല, വേറെ എന്തോ ആഡ് ചെയ്തപ്പോ ആ സംഖ്യയുടെ 2 ഇരട്ടി കിട്ടി. നോക്കൂ, ഈ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോ 60 എന്ന് പറയുന്ന സംഖ്യയുടെ ഒരു ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 100% ആണ്. ഒരു ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 1 ആണ്. 100% പറഞ്ഞാൽ എന്താ? ആ സംഖ്യ, അല്ലെങ്കിൽ 100/100, ഇതാണ് ഇരട്ടി. ഇനി 60ന്റെ 200% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 200/100. 200/100 പറഞ്ഞാൽ എന്താ? 2. അതായത് 60ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 200%ആണ്. ഇനി 60ന്റെ 300% എന്തായിരിക്കും? 60 × 300/100, 3 ഇരട്ടി, അല്ലെ? 60 × 3. അപ്പോ ഈ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് 200%ആണ്. ഓക്കെ, അപ്പോ എന്തോ ഒരു സംഖ്യ ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്നത് ആ സംഖ്യയുടെ 200%ആണ്. ഇതാണ്, ഇത്രയും പറഞ്ഞ കാര്യമാണ് ഇമ്പോർട്ടന്റ്. ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൃഷ്ണ ഒന്ന് കമന്റ് ചെയ്യും. ഇത്രയും പറഞ്ഞ പോയിന്റ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു. 200% അതെന്താണ്, എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. കൃഷ്ണ ഒന്ന് കമന്റ് ചെയ്യാം. ബാക്കിയുള്ളവരും കൂടെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം.
ഞാൻ പറഞ്ഞു പോവാണ്, ഇല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. അപ്പോ ഒരു സംഖ്യയുടെ 75%-നോടൊപ്പം വേറെ എന്തോ ആഡ് ചെയ്തപ്പോ 200% കിട്ടണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്തായിരിക്കും? ഇവിടെ കൂടിയിട്ടുണ്ടാവുക 125%. കാരണം 75 200 ആവണമെന്നുണ്ടെങ്കിൽ, 200% ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും 125% കൂടിയിട്ടുണ്ടാവണം. അതുകൊണ്ടല്ലേ 75% എന്തായി മാറിയത്? 200%-ആയി മാറിയത്. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു ത്രാസ് ഇരിക്കുന്നുണ്ട്. ആ ത്രാസില് കുറച്ച് ഓറഞ്ച് ഇരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ വെയിറ്റ് കാണിക്കുന്നത് 3 കിലോഗ്രാം ആണ്. അപ്പൊ നമ്മള് ഒരു 10 ഓറഞ്ചും കൂടെ അധികം വെക്കുന്ന സമയത്ത് ഈ 3 കിലോഗ്രാം എന്ന് പറയുന്നത് പെട്ടെന്ന് 5 കിലോഗ്രാമായി മാറുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ 10 ഓറഞ്ചസിന്റെ തൂക്കം 2 കിലോഗ്രാം ആയിരിക്കും. അതുകൊണ്ടല്ലേ 3 2 5 മാറിയത്. അതേപോലെ 125% അധികം വന്നു. അപ്പോഴാണ് ഇത് 200%-ആയി മാറിയത്. ഇനി നമുക്ക് ആ സംഖ്യ ഏതാന്ന് നോക്കാം. അത് 250 ആണ്. എന്താണ് ഇതിനർത്ഥം? നമുക്ക് ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. 10 ഓറഞ്ച് വെച്ചപ്പോ 2 കിലോഗ്രാം കൂടി എന്ന് പറഞ്ഞാൽ 10 ഓറഞ്ചാണ്, അതിന്റെ തൂക്കമാണ് 2 കിലോഗ്രാം അല്ലെ? അതേപോലെ 250 കൂട്ടിയപ്പോ 125% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125%-ആണ് 250. അപ്പോ 1% എന്തായിരിക്കും? 250/125 2. 10% 20, 100% 200. പരിപാടി കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കും. കൃഷ്ണ ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ് കമന്റ് ചെയ്യാം. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരെ 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അത് ചോദിച്ചത് ആതിരയാണ്. അതിലിത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് എല്ലാവർക്കും തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മിക്കവാറും പേര് 10% എന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് സാധാരണ എത്താറ്. അങ്ങനെ അതിനു വേണ്ടി തരുന്നതാണ്. ഇത് കുറെ പേര് നെഗറ്റീവ് അടിപ്പിച്ചാലല്ലേ ഇവർക്ക് ഒരു കട്ട് ഓഫ് വെക്കാൻ പറ്റുള്ളൂ. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കട്ട് ഓഫ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് 100 പേരുണ്ട് വിചാരിക്കാം. 100 പേരുണ്ട്. 40 പേര് ഹിന്ദിയിൽ തോറ്റു. ഓക്കെ. അപ്പൊ ഒരു ക്ലാസ് റൂമാണ്, 100 പേരുണ്ട്. അപ്പൊ ഹിന്ദിയിൽ തോറ്റ ആളുകളുടെ അടുത്ത് കൈവക്കാൻ പറയാം. അപ്പോ സപ്പോസ് ഞാൻ രണ്ട് പേര്, ഇപ്പോ അർജുൻ, അഖിൽ, 2 പേര്. അപ്പോ ഇവര് 2 പേരും ഇപ്പൊ ഹിന്ദിയിലും ഇംഗ്ലീഷിലും തോറ്റിട്ടുണ്ട് വിചാരിക്കാം. അപ്പൊ നമ്മള് ഹിന്ദിയിൽ തോറ്റ ആളുകളുടെ അടുത്ത് കൈവക്കാൻ പറഞ്ഞപ്പോ ഈ അർജുനും അഖിലും കൈവക്കി. അപ്പൊ ഈ 40 പേരില് ഇവരെ കൂട്ടി അല്ലെ? ഇനി ഇംഗ്ലീഷിൽ തോറ്റ ആളുകളുടെ അടുത്ത് കൈവക്കാൻ പറയുമ്പോൾ അത് 30 പേരാണ്. ഓക്കെ. അവിടെയും ഇവർ രണ്ടുപേരും വീണ്ടും കൈവക്കാണ്. ഈ 2 പേര് വീണ്ടും കൈവക്കാണ്. അപ്പോ ഈ 40ലും 30ലും ഈ 2 പേര് അധികം പെട്ടു അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 70 ആണെങ്കിൽ ഇതിൽ ഈ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആ 2 റിമൂവ് ചെയ്യാണ്. അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയിൽ തോറ്റ ആളുകളുടെ അടുത്ത് കൈവക്കാൻ പറഞ്ഞു. അപ്പൊ 20%, 20 ആളുകൾ ഇത് രണ്ടിലും തോറ്റുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും തോറ്റുണ്ട്. അപ്പൊ 40 പേര് കൈവക്കിയപ്പോ ഈ 20 പേര് കൈവക്കി. വീണ്ടും ടീച്ചർ വന്ന് ചോദിക്കുകയാണ്, ഇംഗ്ലീഷിൽ തോറ്റവരുടെ അടുത്ത് കൈവക്കാൻ പറയാം. അപ്പൊ 30 പേര് വീണ്ടും കൈവക്കാണ്. അതിലും ഈ 20 പേരുണ്ട്. അപ്പൊ ഈ 20 പേരെ നമ്മൾ 2 പ്രാവശ്യം കൂട്ടി. അപ്പോ ഈ 40 30 കൂട്ടുമ്പോൾ 70 കിട്ടും. അതൊക്കെ ശരിയാണ്. പക്ഷെ 20 പേര് 2 പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ എണ്ണിപ്പോയി. അപ്പോ ഈ 20 പേരെ നമ്മൾ അതിൽ നിന്ന് എടുത്തു മാറ്റണ്ടേ? 20 പേരെ എടുത്തു മാറ്റുമ്പോൾ 50 അല്ലേ കിട്ടുക? അപ്പൊ ശരിക്ക് 50 പേരാണ് എല്ലാ സബ്ജക്റ്റിലും തോറ്റിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ തോറ്റിട്ടുള്ളത്. തോൽക്കാത്ത കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ബാക്കി 50 ആയിരിക്കും. പാസ്സായ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 50 ആയിരിക്കും ഉത്തരം. ആതിര ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആവും. ശരി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ പെർസെന്റേജിന്റെ ബാക്കി ചോദ്യങ്ങൾ വർക്കൗട്ട് ആയിട്ട് തരാം. അപ്പോ ഞാൻ മുന്നേ SSC GDക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിട്ട് തരാം. പെർസെന്റേജിന്റെ ഹൈ ലെവൽ ഒരു 15 ചോദ്യം ഞാൻ കോമൺ ആയിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് തരാം. അപ്പൊ അതെല്ലാം കണ്ടിട്ട് സെറ്റ് ആക്കുക. അതായത് പെർസെന്റേജ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് മാർക്ക് പോകരുത്. പെർസെന്റേജ് കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ മാത്സ് പഠിച്ച തന്നെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ എത്ര സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഏതെങ്കിലും ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്
മെസ്സേജ് അയച്ചാൽ മതി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ നിർത്തുകയാണ്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആയിരുന്നെങ്കിൽ ക്ലിയർ ആയിരുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തീർക്കാൻ പറ്റി. ഇപ്പം ഏകദേശം നമ്മളൊരു 18 ക്വസ്റ്റ്യൻ നമ്മളിന്ന് തീർത്തു. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്ത് ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഞാൻ എന്തായാലും ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ആഹ് അത് സ്ലൈഡ് ആക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ക്ലാസ്സിൽ ഒന്നും കൂടെ കാണാം. അപ്പൊ ഓക്കെ, വീഡിയോ എൻഡ് ചെയ്യണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.